താങ്കളെന്തോ ഒരു ന്യൂജനാന്ന് തോന്നുന്നല്ലോ. എന്താ പേരോ? കാരണം അറിയാലോ, പേര് പറയണ്ടല്ലോ. എസ് എൻ പുരം എന്ന് അറിയപ്പെടും. എസ് എൻ പുരം അല്ലേ? ജനന സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ജീവിതം കുഴപ്പമില്ല. എന്താ ചെയ്യുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നല്ല മര്യാദക്കാരല്ലേ? എല്ലാ വർഷവും നല്ല രീതിയിൽ മൈക്കൊക്കെ വർക്ക് ചെയ്യും. നിങ്ങൾ എന്തൊരു മനുഷ്യ! നിങ്ങൾ മുൻ ജന്മത്തിൽ വല്ല സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. കണ്ടോടനെ മൈക്ക് വർക്ക് ചെയ്യുന്നു. സൗണ്ട് കേട്ടില്ല. 24 വർക്ക് ചെയ്യാത്ത മൈക്ക് വെച്ചാണോ പരിപാടി? റെഡി. അതെ, എളമക്കര റെഡി. അവിടെ കല്യാണം ഉണ്ടോ നടന്ന ആളാണോ? അല്ല, അത് വേറെ ആളാ. ബിസിനസ് ആണ്. എനിക്ക് മൈക്ക് ചേർത്ത് പിടിക്കുക. റെഡിമെയ്ഡിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ് മാർക്കറ്റിൽ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ അടിത്തറ എന്ന് പറയുന്നത് സൗഹൃദമാണ്. പന്തളത്തെ മുതലാളി പറഞ്ഞോലെ, നൗഷാദ് മുതലാളി പറഞ്ഞോലെ ഉണ്ടാക്കിയോ? കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷേ തുറക്കാൻ പാടാ കേട്ടോ. കുഴപ്പമില്ലെന്നേ പറയുന്നുള്ളൂ കേട്ടോ. കുഴപ്പമില്ല. നിങ്ങൾ കാശൊക്കെ ശരിക്കും ഉണ്ടാക്കണം. അതെ, ഞാൻ പറഞ്ഞത് നന്നായിട്ട് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി തീർച്ചയായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എറണാകുളം ജില്ലാ കൂട്ടായ്മ പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. കൂട്ടായ്മ വെരി ഗുഡ്. ഒരു ശക്തമായ നല്ല നേതൃത്വം നമ്മുടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, അല്ല നല്ല നേതൃത്വം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നൗഷാദ്മാരും ഞെട്ടരുത്, സാറും ഞെട്ടരുത്. എനിക്ക് കുറച്ചു നേരം കൂടി കാത്തിരുന്ന് മൈക്ക് തന്നിട്ടില്ലെങ്കിൽ നൗഷാദ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറയാൻ പോയായിരുന്നു. കാരണം ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, അല്ലെങ്കിലും അങ്ങേ രാജീവ്. അല്ല, അതിന്റെ പ്രധാന കാരണം ഉണ്ട് സാറേ. കാരണം ആതുര സേവന രംഗത്ത് വളരെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 മെഡിക്കൽ സ്റ്റോർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പാവപ്പെട്ടവർക്ക് ഒരുപാട് കേരളത്തിൽ 4 മെഡിക്കൽ ഷോപ്പുകൾ റണ്ണിംഗ് ആണ്. അവിടെ മരുന്ന് വില കുറച്ച് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് പറഞ്ഞുതരും. വിശദമായിട്ട് അത് കൂടാതെ ഫ്രീ ആയിട്ട് തന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ പല പാവപ്പെട്ട ആൾക്കാർക്കും. കാരണം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്. ഞാൻ പാലക്കാട് ചെർപ്പശ്ശേരി മാങ്ങോട്. അതെ, നൗഷാദ് ചെർപ്പശ്ശേരി പിഒ പാലക്കാട് മാങ്ങോട്. തീർച്ചയായിട്ടും നാട്ടുകാർക്ക് വല്ല മരുന്ന് ആവശ്യമുണ്ട് പുള്ളിയെ സമീപിച്ചാൽ. അതില് ഒരു ബ്രാഞ്ച് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. ഓ, കൊടുത്തേ. അങ്ങ് GCC വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഒന്ന് മൈക്ക് കൊടുത്തേ. ഏത് രാജ്യത്താ GCC? ഞാൻ ദുബായിലാണ്. കണ്ടാ പറയത്തില്ല. GCCയുടെ 6 രാജ്യങ്ങളിൽ നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. നൗഷാദ് അസോസിയേഷൻ. അതില് നിങ്ങളെ കണ്ടിട്ട് ഏതെങ്കിലും നൗഷാദ് ഓടിയിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഉപദ്രവിക്കല്ലേ? ഇല്ല. നമ്മൾ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും. ദ്രോഹിക്കുന്നില്ല. ഇല്ല. 2022 GCCയിലെ നൗഷാദുമാരെ 100ഓളം പേര് ചേർന്നിട്ട് ഈ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നത്. ആദ്യമായി വളാഞ്ചേരിയിലെ നമ്മുടെ ഫസ്റ്റ് സ്ഥാപനം ആരംഭിച്ചു. 3 വർഷം അത് പ്രവർത്തിച്ച് വിജയകരമായി കണ്ടതുകൊണ്ട് രണ്ടാമത്തെ ഒരു കമ്പനി രൂപീകരിച്ച് 3 സ്ഥാപനങ്ങൾ. ഒന്ന് കരുനാഗപ്പള്ളിയില് ആശുപത്രിയുടെ നൗഷാദ്, കരുനാഗപ്പള്ളിയില് ജനറൽ ആശുപത്രിയുടെ ഓച്ചിറയില് അമ്പലത്തിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട്. പിന്നെ ഒരെണ്ണമുള്ളത് മൂവാറ്റുപുഴ പിടക്കാപ്പള്ളി സബൈൻ ഹോസ്പിറ്റലിന്റെ ചാർജ് 48,000 രൂപയായി. എല്ലാം ഇത് പറയാ. വളവിലോട്ട് ചെല്ലുമ്പം അവിടെ എല്ലാ ജില്ലകളിലും നമ്മൾ ആരംഭിക്കാനുള്ള പ്ലാനിലാണ്. കൊല്ലല്ലേ ഏട്ടാ? അങ്ങയുടെ പേര്? അങ്ങ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? എന്റെ ബ്രദർ അനുജൻ അഭിനയിക്കാറുണ്ട്. അതൊക്കെ അനുജൻ ഒരു നായകന്റെ ലുക്കുണ്ട്. എന്റെ തൊട്ട് ഇളയനിയൻ നാസർ അദ്ദേഹത്തിന്റെ പേര് സിനിമയിൽ അഭിനയിക്കണൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്ട്രോങ് പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. എന്തായാലും സിനിമയിൽ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കിയില്ല, പിന്നെ നിങ്ങളെയൊക്കെ അഭിനയിപ്പിച്ചൂടെ?